ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് വീണ കാക്കയ്ക്കാണ് നെല്ലിക്കുഴി സ്വദേശി പരീത് രക്ഷകനായത്. പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CPR നൽകാനുള്ള കാരണമായത് ഇതാണെന്നും അദ്ദേഹം പറയുകയാണ്. ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് ഇത് പുതുജീവൻ. കോതമംഗലം നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ ഇന്ന് രാവിലെയാണ് അപ്രതീക്ഷിതമായി ട്രാൻസ്ഫോമറിൽ നിന്ന് കാക്കയ്ക്ക് ഷോക്കേറ്റത്. ഈ സമയം പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നെല്ലിക്കുഴി സ്വദേശിയായ പരീത് ആ കാഴ്ച കാണുന്നത്. മറുത്തൊന്നും ആലോചിക്കാതെ കാക്കയെ കയ്യിലെടുത്ത് പരിചരിച്ചു. അനക്കമില്ലാതായിപ്പോയ കാക്കയ്ക്ക് CPR നൽകി പരീത് ശുശ്രൂഷിച്ചു. ജീവൻ തിരികെ ലഭിച്ച കാക്ക ഉടൻ തന്നെ പറന്നു പോവുകയും ചെയ്തു. കടയിൽ വന്ന് ഞങ്ങളെല്ലാവരും സൗഹൃദ കൂട്ടായ്മയുണ്ട്. അവിടെ വന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് തൊട്ടു മുമ്പിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു പക്ഷി തെറിച്ചു വീഴുന്നത് കണ്ടത് തന്നെ ആദ്യം മാത്രം അതിൻ്റെ രീതിയിൽ എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് എഴുന്നേറ്റ് പോകാതായപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പക്ഷി കിടഞ്ഞ് അബോധാവസ്ഥയിലെ ഒരു കണ്ടീഷനിൽ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനെ എടുത്തു പിടിച്ച് ഒരു CPR കൊടുത്തു. ഒരു 10-20 മിനിറ്റ് തട്ടിയതിന് ശേഷമാണ് അതിന് ഒരു ചലനം ഉണ്ടായത്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് പരീത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അറിവ് പാലിയേറ്റീവ് കെയർ രംഗത്തുള്ള പ്രവൃത്തി പരിചയത്തിൽ നിന്ന് ലഭിച്ചു. സഹജീവികളെ സഹായിക്കുന്നതിൽ തൽപരനാണ് പരീത്. നാട്ടിലെ ഏതാവശ്യത്തിനും പരീതിന്റെ നിസ്വാർത്ഥ സേവനം ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സാധാരണ ഈ ഷോക്കേറ്റ് കിടക്കുന്ന കാക്കകളെയൊക്കെ കാണുമ്പോൾ ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല അല്ലേ? അതൊരു ജീവനാണ്, അതിനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നൊന്നും ആരും ചിന്തിക്കാറ് പോലും ഇല്ല അല്ലേ? സ്നേഹമോൾ ഞാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കാക്കയൊക്കെ റോഡരികിലൊക്കെ കിടക്കുമ്പോൾ, കാക്കയിലും മറ്റ് ഏതെങ്കിലും പക്ഷികളാണെങ്കിൽ പോലും റോഡരികിൽ കിടക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല, അത്രയും വിലയൊന്നും കൽപ്പിക്കാറില്ല. പക്ഷേ ഇവിടെ പരീത് ഒരു മനുഷ്യസ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അതിനെ രക്ഷിക്കണമെന്ന് തോന്നി CPR നൽകി അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് അതിന് ജീവൻ നൽകി. ആ കാക്ക ഒന്ന് ചാടുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? നമ്മളൊക്കെ ഈ വഴിയരികിലൂടെയും അല്ലെങ്കിൽ ഈ റോഡിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നിരവധി ജീവികൾ ജീവനറ്റും അല്ലെങ്കിൽ പരിക്കേറ്റും ഒക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിൽ ആരൊക്കെ ഈ ജീവികളെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ഈ ജീവൻ പോയി കിടക്കുന്നതാണെങ്കിൽ ആ സ്ഥലത്തു നിന്നും അവരെ എടുത്ത് മാറ്റുക, അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക. വളരെ അപൂർവം പേരെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളാണ് ഈ പരീതിൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പരീതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ പതിവ് പോലെ തന്നെ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് കൂട്ടുകാരുമൊക്കെ ഒത്ത് സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു ഈ തൊട്ടടുത്തുള്ളൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു കാക്കയ്ക്ക് ഇത്തരത്തിൽ ഷോക്കേറ്റ് വീഴുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവരായിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പറയുകയാണ്, നമ്മൾക്കത് കണ്ടോട് നിൽക്കുകയുള്ളായിരിക്കും. ഒരു നിമിഷം നമുക്ക് അല്ലെങ്കിൽ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഈ പരീത് ഒന്നും ആലോചിച്ചില്ല, നേരെ ചെന്ന് ഈ കാക്കനെ എടുത്തപ്പോൾ ഈ കാക്ക ഈ ശ്വാസം നിലച്ച് ജീവന് വേണ്ടി പോരാടുന്ന ഒരവസ്ഥയായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ കാക്കയെ കയ്യിലെടുത്ത് CPR നൽകുകയാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. CPR നൽകിയ ശേഷം കാക്കയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടുകയും ഉടൻ തന്നെ കാക്ക പറന്നു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും അതൊരു ചെറിയ പ്രവൃത്തിയല്ല. ഒരു ചെറിയ കാക്കേനെ പോലും ഇത്രയും കാര്യമായി അദ്ദേഹം ശുശ്രൂഷിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ കയ്യടിക്കുക തന്നെ വേണം. ഈ പരീത് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സഹജീവികളോടൊക്കെ വലിയ സ്നേഹമുള്ള ആൾ തന്നെയാണ്. നാട്ടിലെ എന്താവശ്യത്തിനും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, എന്താവശ്യത്തിനും അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ രംഗത്താണെങ്കിലും അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എന്ത് ചെയ്യണം എന്ന് അറിയാതെ പകച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അല്ലെ സ്നേഹ? ഇവിടെ ഒരു കാക്കയാണ്, വലിയ കാര്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ പലപ്പോഴും ഈ CPR നൽകാനൊക്കെ നമ്മളിൽ പലർക്കും അറിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയോ മനുഷ്യ ജീവനുകൾ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പറ്റാതെ പോയിട്ടുണ്ടല്ലേ CPR നൽകാൻ കഴിയാത്തത് കൊണ്ടൊക്കെ.